ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിന് ഉള്ള മുഖ്യ മഹത്വം ആ മാസത്തിൽ മനുഷ്യലോകത്തിനാകെ മാർഗദർശനമായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നതാണ്. റമദാനിലെ ലൈലത്തുൽ ഖദർ എന്ന രാവിൻ്റെ മഹത്വവും അതുമാത്രമാണ്. ആ രാവിൽ ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചു എന്നതാണ്. അപ്പോൾ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഒരു മാസം മുഴുവൻ കാലാകാലം ലോകാന്ത്യം വരെ ആ മാസത്തെ പുണ്യത്തിൻ്റെ പൂക്കാലമായി അല്ലെങ്കിൽ നന്മയുടെ വസന്തമായി അക്ഷരാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്നത് ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതയേക്കാൾ അതിന് നിമിത്തമായ ഗ്രന്ഥത്തിൻ്റെ ശ്രേഷ്ഠതയാണ് വിളിച്ചോതുന്നത്. ഖുർആൻ്റെ മഹത്വം ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റമദാനിൻ്റെ പോരിശകൾ, മഹത്വങ്ങൾ വളരെ നന്നായി പറയപ്പെടുമ്പോഴും റമദാനിൻ്റെ ഈ പോരിശകൾക്കും മഹത്വങ്ങൾക്കൊക്കെ ഏക കാരണമായ ഖുർആനിൻ്റെ മഹത്വം വിവരണാതീതമാണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മളിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. കല്യാണ ബഹളത്തിൽ കാനോത്ത് അഥവാ നിക്കാഹ് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. റമദാനിൻ്റെതായ ബഹളങ്ങൾ, തിരക്കുകൾ, തറാവീഹിൻ്റെ ബഹളങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഖുർആൻ വേണ്ടും വിധം വളരെ ഗൗരവപൂർവം ഖുർആനെ പഠിക്കാൻ, അതിനെ പഠനവിധേയമാക്കാൻ ശ്രദ്ധയോ ശ്രമമോ വേണ്ടത്രയില്ല. ഖുർആൻ്റെ നേരെയുള്ള ഈ അശ്രദ്ധ ഇബ്ലീസിൻ്റെ ഒരു ഗൂഢാലോചനയാണ്. ഖുർആൻ ഓതാൻ തുനിയുമ്പോഴാണ് വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ ശ്രദ്ധയിലേക്ക് വരിക. കുറച്ച് ദിക്റുകളെല്ലാം അല്ലെങ്കിൽ കുറച്ച് സ്വലാത്ത് ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഖുർആൻ ഓത്ത് നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു ഗതികേട് പലർക്കും ഉണ്ടാവാറുണ്ട്. ഇത് ഇബ്ലീസിൻ്റെ വിജയമാണ്. ഇബ്ലീസിന് നമ്മെ നേർക്ക് നേരെ ഒരു വഴികേടിൽ അല്ലെങ്കിൽ ഒരു വൃത്തികളിൽ എത്തിക്കാൻ പ്രയാസമാണെന്ന് കാണുമ്പോൾ താരതമ്യേന അപ്രധാനമായതിലേക്ക് നമ്മെ തള്ളിയിട്ടുകൊണ്ട് വളരെ സുപ്രധാനമായതിനെ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഇബ്ലീസ് ഗൂഢാലോചന നടത്താറുണ്ട്. ലളിതമായ ഉദാഹരണം പറയാം. ഒരു ദിക്ർ ഹൽക്ക അല്ലെങ്കിൽ പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നിടത്ത് ആയിരക്കണക്കിന് ആളുകൾ ആവേശപൂർവ്വമുണ്ട്. നല്ല രീതിയിൽ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് ഒരു 20 ആൾ പോലും ഉണ്ടാകുന്നില്ല എന്നത് ഇബ്ലീസിൻ്റെ വിജയമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഖുർആനിൻ്റെ നേരെ ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധ പതിയുന്നില്ല എന്നത് തിരുത്തപ്പെടേണ്ടതാണ്. ഈ റമദാനിലെങ്കിൽ നമ്മളതിൻ്റെ തിരുത്തൽ കർമ്മം വളരെ സജീവമായി സുചിന്തിതമായ രീതിയിൽ നടത്തേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.